ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പാൻ കർത്താവിൻ്റെ മക്കള് പ്രിയ എൽജോ, ഷെൽബി കുഞ്ഞുങ്ങൾ, പ്രിയ അമ്മച്ചി, തൻ്റെ സഹോദരൻ പ്രിയ എൽദോ പാസ്റ്റർ, സൗമ്യ കുഞ്ഞുങ്ങൾ, രണ്ടമ്മച്ചിമാർ, പ്രിയപ്പെട്ടവർ, കുടുംബമായിട്ട് ബന്ധപ്പെട്ടവർ എല്ലാം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കാരണം പ്രിയപ്പെട്ടവർക്കൊരു നല്ല ഭവനം ഉണ്ടാകാൻ ആഗ്രഹിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് അത് ആഗ്രഹത്തെ പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. തിരുവെടുത്ത് വായിക്കുന്നത്, ഏതൊരു ഭവനം ചമയ്ക്കാനും ഒരാൾ വേണം, എന്നാൽ സകലതും ചമച്ചവൻ ദൈവം തന്നെ എന്ന് നാം വായിക്കുന്നു. അവിടെ നിന്നാണ് സകലതും ചെയ്യുന്നത്. ദൈവമതത്തിൻ്റെ സമയത്തെല്ലാം നന്നായി ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയത് ശലോമോനോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ ഒരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. ശലോമോൻ ദൈവത്തിന് ഒരാലയവും തനിക്ക് ഒരു അരമനയും പണിതു എന്ന്. ആദ്യം ശലോമോൻ മുൻകൈ എടുത്തത് തനിക്ക് അരമന പണിയാനല്ല, ദൈവത്തിനൊരാലയം പണിയാനാണ്. യാക്കോബ് പാസ്റ്ററുടെ കാര്യം ഞാൻ ഓർത്തു. ഒരു ചെറിയ വീട് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അതൊരു വിശാലത ഉണ്ടാകണമെന്നാണ്. പക്ഷേ ആ വീടും സ്ഥലവും ഒക്കെ പണയപ്പെടുത്തിയിട്ട് ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാകാൻ ഈ ദേശത്ത് ആ കർത്താവിൻ്റെ ദാസൻ ഒരു കഠിനാധ്വാനം ചെയ്തു. താൻ ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു മനോഹരമായ ഭവനം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവരുടെ വീട്ടിലുണ്ടാകും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ അവർ കെട്ടിയുണ്ടാക്കാത്ത തോട്ടങ്ങൾ, കുഴിക്കാത്ത കിണറുകൾ എന്നൊക്കെ നാം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായ ഒരു ഭവനം പണി തീർക്കാനും ഇന്നതിൻ്റെ സമർപ്പണം നടത്താനും ഒക്കെ ദൈവം സഹായിച്ചിരിക്കുക. നമുക്ക് എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുക. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ വീട് പണിയുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇവിടെ വരാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരമുണ്ടായി. ഒരു ഘട്ടം വളരെ ഞെരുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. പെട്ടെന്നാണ് അപ്പുറത്ത് ആ ഒരു സ്ഥലം വിൽക്കാൻ അയൽവാസിയായിട്ടുള്ള പ്രിയപ്പെട്ടവരത് വാങ്ങാൻ, ഇങ്ങനെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനങ്ങളുണ്ടായത്. ദൈവം തക്ക സമയത്ത് ഓരോ വഴികൾ മുഖാന്തരങ്ങളൊക്കെ ഒരുക്കുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ദൈവകരങ്ങളിൽ, പ്രിയ അമ്മച്ചി, എൽജോ, ഷെൽബി കുഞ്ഞുങ്ങൾ, ഇവരെ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. മനോഹരമായ സങ്കീർത്തനം നാം വായിച്ചു കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഒരു സങ്കീർത്തനം നാം വായിച്ചായിരുന്നു. പ്രിയമുള്ളവരെ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് പ്രീതിയും അനുഗ്രഹവും പ്രാപിക്കും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പ്രിയമുള്ളവരെ, ഭവനത്തിൽ പാർക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ആ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നാം വായിച്ചു കേട്ടു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെയാണ്? നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഇയ്യോബിന്റെ പുസ്തകം 29-4 വചനം നാം വായിക്കുന്നത്, ഇയ്യോബ് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ കൂടാരത്തിന് യഹോവയുടെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ ഇരിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയും ചെയ്ത ഒരു ശുഭകാലം. ഒരു ശുഭകാലം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, കോടികളുടെ ബാലൻസ് ഉണ്ടാകുന്നതോ മറ്റു സംവിധാനേക്കാൾ ഉപരിയായിട്ട് ഇയ്യോബ് പറഞ്ഞ വാക്ക്, സർവശക്തൻ എന്നോട് കൂടെ ഇരിക്കുന്ന, എൻ്റെ കൂടാരത്തിന് യഹോവയുടെ സഖ്യത ഉണ്ടായിരിക്കുന്ന, എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒരു ശുഭകാലം. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിമാർക്ക് അഭിമാനിക്കാം.
അവരുടെ മക്കൾ, ഞാനിവിടെ കുറച്ച് മുമ്പ് നേരത്തെ വന്നപ്പോൾ അമ്മച്ചിയോട് പറയുകയായിരുന്നു, ആന്റിയോട് പറയുകയായിരുന്നു, ഇടത്തും വലത്തും മക്കൾ ഐശ്വര്യമായ 2 വീടുകൾ വെച്ച് താമസിക്കുന്നു. ആ നന്മ കണ്ട് സന്തോഷിക്കാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം വലിയ ഭാഗ്യം നൽകി. പ്രിയമുള്ളവരെ, മക്കൾ നാനാവിധമായി പോയാൽ മാതാപിതാക്കൾക്ക് അതിൽ എന്ത് ശ്രേഷ്ഠത പറയാനായിട്ടുള്ളൂ? മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഈ അനുഗ്രഹം ഈ കുടുംബത്തിൽ നിലനിൽക്കട്ടെ. ഈ ദേശത്ത് ഈ പ്രിയപ്പെട്ടവർ കർത്താവ് ഏതൊരു നിലയിൽ തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് നിർത്തിയോ, തണ്ടുമേൽ വെച്ച് വിളക്ക് പോലെ ശോഭിക്കുന്ന ഒരു ഭവനമായി പ്രിയപ്പെട്ടവർക്ക് നിലനിൽക്കാൻ ഇടയാകട്ടെ. പ്രിയ എൽജോ, പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു.